എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാവയ്ക്കാത്തോരനാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഒരു പാവയ്ക്കാത്തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്, ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. അതായത് നമുക്ക് പാവയ്ക്ക അരിയാനൊക്കെ കുറച്ച് സമയം കുത്തി അരിഞ്ഞൊക്കെ സമയം പോവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കാൻ മടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടെക്നിക്കും കൂടെ ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പാവയ്ക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിയുടെ അളവും മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. ഞാൻ കുറച്ച് കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചോപ്പറിനകത്തിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൊത്തി എരിയാനുള്ള മടിയുണ്ടെങ്കിൽ മടിയും മാറും. സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മളല്ല, പെട്ടെന്ന് ആവും. ഒരു 5 മിനിറ്റ് താഴെ മാത്രമേ സമയമാവുന്നുള്ളൂ. അപ്പം ഞാൻ പാവയ്ക്ക ഇതുപോലെ എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ മീഡിയം സൈസ് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക, ചുവന്നുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഇടാം, കുറച്ച് കറിവേപ്പില. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ മെയിനായിട്ട് ഇതിന് വേണ്ടത്. അപ്പം ഞാൻ ചുവന്നുള്ളി ഇട്ടു, കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്നാവുന്ന കറിയാണ്. പാവയ്ക്ക ഇഷ്ടമുള്ളവരുണ്ടോ, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുമല്ലോ അല്ലേ. നിങ്ങൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പാവയ്ക്കൊക്കെ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടി കേട്ടോ. ഒത്തിരി ഫൈനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല, എന്നാലും നല്ല കനം കുറഞ്ഞ് നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു പരുവത്തിൽ എടുക്കുമ്പോഴത്തേക്കും പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു വലിയ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനുള്ളത് കുറച്ച് കടുകാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ. പെട്ടെന്നാവുന്നതാണേ. ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്ന്, കടുകിൻ്റെ അളവ് ഞാൻ ഏകദേശം 1 സ്പൂണായിട്ട് ഇട്ടിരിക്കുന്നത്. അധികം കടുകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കടുക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് പോകാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചുവന്നുള്ളിയും കാന്താരിമുളകും എല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചില്ലേ, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നല്ല കനം കുറഞ്ഞ് നല്ല ഫൈനായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മുരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പാവയ്ക്കകത്ത് കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ കരിച്ചൊന്നും കളയല്ലേ, ഫ്ലെയിം എപ്പോഴും നോക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഓവറായിട്ട് തീയൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യം ഇല്ല. പാവയ്ക്കല്ലേ പെട്ടെന്നാവും അതുപോലെ ഫൈനായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ പാവയ്ക്കൊന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ ചേർത്തു കേട്ടോ. തേങ്ങ ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല ചെറു തീയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തിൽ. ഒന്നും കൂടെ പറയാം, പാവയ്ക്ക, ചുവന്നുള്ളി, മുളക്, അത് മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാനിവിടെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില. ഇത്ര ഐറ്റംസ് മതി, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 1-2 മിനിറ്റ് മതി, പെട്ടെന്നാവേ. അധികം വേവൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ നല്ല മൊരിഞ്ഞ പാവയ്ക്ക നല്ല ചൂട് ചോറിനോട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലേ. ഇപ്പം മൂടി വെച്ചിട്ടുണ്ട്, പാവയ്ക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ട് പരുവെന്നുള്ളത്. ഇത് നോക്കി, നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ. പാവയ്ക്ക വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഞാൻ പാവയ്ക്കകത്ത് വെള്ളമെല്ലാം പറ്റി നല്ല കറക്റ്റ് നല്ല ഡ്രൈ ഫോമിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ആവശ്യമായിട്ട് വേണ്ടത് അല്ലേ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വിശേഷങ്ങളും കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുക. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ.